നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ അടുപ്പിച്ച് 2 ആഴ്ചയായിട്ട് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം പ്രീമിയർ ലീഗ് എന്നതിന് അപ്പുറത്ത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 ടീമിനെയാണ് നമ്മൾ തോപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വെറും ഒരു തോൽവിയല്ല. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗെയിംസ് ആയിരുന്നു ഈ രണ്ടും. നമ്മൾ ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് അല്ല. റിസൾട്ട്സ് ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നമ്മുടെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ആണ്. കാരണം ഇത്രയും നല്ല പെർഫോമൻസ്, നമ്മൾ ഇച്ചിരി ആധികാരികമായിട്ട് കളിച്ച് വിജയിക്കുന്ന പെർഫോമൻസ് കഴിഞ്ഞ 2 വർഷത്തിലോ 3 വർഷത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ്. സോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, സോ ദാറ്റ് ഈ വീഡിയോ ഗെറ്റ്സ് മാക്സിമം വിസിബിലിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്ത ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. പോയിന്റ് നമ്പർ 1, ഓഫ് ദ ബോൾ ഗെയിം പ്ലേ. ഞാൻ നമ്മുടെ മാച്ച് റിയാക്ഷൻ്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ആ ഗെയിമിൻ്റെ ആദ്യത്തെ 30 മിനിറ്റിൽ നമ്മൾ മോശമായിട്ടല്ല കളിച്ചത്. ഡെഫിനറ്റ്ലി ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ടഫായിരുന്നു, ആർസനലിലായിരുന്നു കളി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വി വാർ ഡെഫിനറ്റ്ലി ഇൻ കൺട്രോൾ. അതായത് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ വിത്ത് പ്രോപ്പർ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. ഒരു ടീം ഫുള്ള് എന്താ പറയുക കളി നിയന്ത്രിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. ഡെഫിനറ്റ്ലി ആർസനൽ ഇസ് വേൾഡ്സ് നമ്പർ 1 ടീം റൈറ്റ് നൗ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ബോളുണ്ട്, അവർ കളി നിയന്ത്രിച്ചുകൊണ്ട് പോയിരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. വി വർ നെവർ ഔട്ട് ഓഫ് കൺട്രോൾ. ആൻഡ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് നമ്മൾ കറക്റ്റ് പൊസിഷൻസും അതെല്ലാം കീപ്പ് ചെയ്ത് അവരുടെ ആക്രമണം നമ്മൾ തടഞ്ഞിടുകയാണ് പലപ്പോഴും ചെയ്തത്. ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഗെയിം വീണ്ടും ഒന്ന് എടുത്ത് റിഫ്രഷ് ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ തുടരെ അക്രമം അഴിച്ചുവിട്ട ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ചാൻസസ് ആണ് അവർക്ക് മെയിനായിട്ട് കിട്ടിയത്. ഒരു സെറ്റ് പ്ലേയിൽ നിന്നിട്ട് ഒരു ഹെഡർ ലെമൻസ് തട്ടി അകറ്റിയതും പിന്നെ അങ്ങനെ 1-2 ഓപ്ഷൻസ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് അതർവൈസ് മെയിൻലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കളിക്കേണ്ട രീതിയിൽ അവർ ബോൾ കയ്യിൽ വെച്ച് പൊസിഷൻ കീപ്പ് ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രോൾ വിടാതെ തന്നെ ഈ കളി മുമ്പോട്ട് പോയി. അപ്പം ഈ കാര്യത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രസ്സിങ്, നമ്മൾ അനാവശ്യമായിട്ട് പ്രസ് ചെയ്യാനും പോയിട്ടില്ല. അപ്പോൾ ഈ ഓഫ് ദ ബോൾ കളിക്കേണ്ട രീതി ഡെഫിനറ്റ്ലി ക്യാരിക്ക് നല്ല രീതിയിൽ ടീമിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ അവർ കളിക്കുമ്പോൾ നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ട് പോയി പ്രസ് ചെയ്ത് പിന്നെ അങ്ങനത്തെ ചാൻസസ് കിട്ടുമ്പോഴാണ് അവർക്ക് ത്രൂ ബോൾസ് ഒക്കെ കൊടുക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടുന്നത്. സോ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ വി കെപ്റ്റ് അവർ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ വെൽ. വി പ്രസ്ഡ് അറ്റ് ദ റൈറ്റ് ഇൻ്റർവെൽസ്. അങ്ങനെ കറക്റ്റായിട്ടുള്ള പ്രസ്സിങ് വന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. സോ ദാറ്റ് വാസ് എ റിയലി ഗുഡ് ടാക്ടിക് ടു പ്ലേ ഓഫ് ദ ബോൾ. പോയിന്റ് നമ്പർ 2, ബാലൻ ഡോർഗു. നമുക്കറിയാം ബാലൻ ഡോർഗു നമ്മുടെ ടീമിലേക്ക് വരുന്നത് വിങ് ബാക്ക് ആയിട്ടാണ്. അമരം വിങ് ബാക്ക് ആയിട്ടാണ് ഡോർഗുവിനെ പരീക്ഷിച്ചത്. അപ്പം ആ ഒരു വിങ് ബാക്കിൽ നിന്നും ഒരു വിങ്ങറിലേക്കുള്ളൊരു മാറ്റം അത് എങ്ങനെ ഡോർഗുവിൻ്റെ ഗെയിമിനെ ടോട്ടലി അത് എഫക്റ്റ് ചെയ്തു എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ്. അമറും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോർഗുവിൻ്റെ ഗെയിമിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോർഗുവിന് ബോൾ കിട്ടിക്കഴിയുമ്പോൾ ആങ്സൈറ്റി വരുന്നു. അപ്പം ആ ആങ്സൈറ്റി വരുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് പറ്റാതെ വരുന്ന സാഹചര്യവും ബോൾ കളയുന്നതും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഡോർഗുവിനുണ്ട് എന്ന് അമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ക്യാരിക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്യാരിക്ക് ഡോർഗുവിനെ അതായത് വിങ്ങർ എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടു. ആൻഡ് യെസ് ഗിവൺ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിരുന്നപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് നമ്മൾ കാണാം. കഴിഞ്ഞ ഗെയിമിലും ഈ ഗെയിമിലും ഗോൾ സ്കോർ ചെയ്തു. അപ്പം അമർമെൻ്റെ അണ്ടറിൽ പലപ്പോഴും ഡോർഗു ചെയ്യാതിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോള് ഷൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. പലപ്പോഴും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇത് കാണിക്കുന്നത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കയറി ഷൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. കിട്ടുന്ന സമയത്ത് ഇതായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ക്യാരിക്ക് ആ ഒരു അനുവാദം കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിരുന്നപ്പം
ഹീ ഈസ് ഫ്ലറിഷിങ് ഇൻ ഹിസ് ഗെയിം. അപ്പം ഈ ഗെയിം ഡോർഗോ ഫ്ലറിഷ് ചെയ്തപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ലൂക്ക് ഷോയ്ക്കാണ്. നമുക്കറിയാം ലൂക്ക് ഷോ എന്താ പറയുക ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സെയിം പൊസിഷനിൽ ഡോർഗുവും കളിച്ചിട്ടുണ്ട്. അപ്പം ഡോർഗു കളിച്ച സമയത്ത് ഡോർഗുവിൻ്റെ ഒരു ഡിഫെൻസീവ് കേപ്പബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം ലൂക്ക് ഷോ ഇപ്പോൾ അവിടെ കളിക്കുമ്പോൾ ഡോർഗു പലപ്പോഴും ബാക്കിലേക്ക് വന്നിട്ട് ലൂക്ക് ഷോനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ കളിയിൽ കണ്ടത് അങ്ങനെയാണ്. സാക്കാനെ പൂട്ടുന്നതിൽ ലൂക്ക് ഷോ പലപ്പോഴും വിജയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാക്ക പലപ്പോഴും എന്താ പറയുക 1-on-1 ഒക്കെ കളിച്ച് മുമ്പോട്ട് കയറാനൊക്കെ ശ്രമിച്ചപ്പോഴും അവിടെ എല്ലാം തടയിടുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഡോർഗുവിൻ്റെ ഹെൽപ്പ് എന്തുമാത്രം ഷോനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് വേണം നമുക്ക് കാണാനായിട്ട്. ഡോർഗുവും കൂടെ അവിടെ വന്നു കഴിഞ്ഞപ്പം ഷോന് കാര്യങ്ങൾ ഈസിയായി. അപ്പോൾ അതുവഴി ഷോയുടെ ഗെയിം ഒത്തിരി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പം സോ ഡോർഗു ഇസ് നോട്ട് ഓൺലി ഇംപ്രൂവിങ് ഹിസ് ഓൺ ഗെയിം, ഹീ ഈസ് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ. ആ ഒരു സെയിം ലെഫ്റ്റിൽ കളിക്കുന്ന ബാക്കിൽ കളിക്കുന്ന ലൂക്ക് ഷോനെയും കൂടെ അത് ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. സോ റൈറ്റ് നൗ ഹീ ഈസ് എൻജോയിങ് ഹിസ് ഗെയിം. പോയിന്റ് നമ്പർ 3, കസമീറോ മെനു പാർട്ട്ണർഷിപ്പ്. നമ്മൾ ഈ ഒരു ഗെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ദർ വർ നോ ടാക്കിൾസ്. ഒരു ഇൻ്റർസെപ്ഷനും ടാക്കിളും ഇല്ലാത്ത ഒരു ഗെയിമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന്. പക്ഷേ ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ദേ വർ ഹോൾഡിങ് ദെയർ പാർട്ട്ണർഷിപ്പ് ഇൻടാക്ട്. അതായത് എന്താ പറയുക, ദേ കെപ്റ്റ് ഇറ്റ് ടൈറ്റ്. അവർ തമ്മിലുള്ള ഇതുണ്ട്, അവർ തമ്മിൽ വലിയ ദൂരമില്ലായിരുന്നു. കാരണം ആർസണൽ അറ്റാക്ക് വരുന്ന സമയത്ത് അവർ സ്പ്രെഡായിട്ടില്ല, അവർ ഓൾമോസ്റ്റ് അടുത്തടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലായിരുന്നു അവർ. ദേ കെപ്റ്റ് ഇറ്റ് ടൈറ്റ്. അപ്പം അത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ത്രൂ ആയിട്ടുള്ള ബോള് പാസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഭയങ്കര രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ആർസണൽ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് തട്ടി തിരിച്ച് ആ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം ആ ഒരു എന്താ പറയുക ഒരു ഹാഫ് സർക്കിൾ എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇത് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ത്രൂ നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് വരുന്നില്ല. അവിടുന്ന് ബോൾ തട്ടി തിരിച്ച് ഇപ്പുറത്ത് ഉള്ള പൊസിഷനിൽ വരും. സോ ദേ വേ കീപ്പിംഗ് ഇറ്റ് ടൈറ്റ്. ആ ത്രൂ ബോൾസ് ഒന്നും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഈ 2 ഗെയിമിലായിട്ടാണ് കോബി മെയിനുവിനെ മെയിൻ ടീമിൽ കാണുന്നത്. ആൻഡ് അമർമെൻ്റ് അണ്ടറിൽ ഒരു ഗെയിം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം പല ആൾക്കാരും മെയിനുവിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് എന്താ പറയുക വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം ബിക്കോസ് ഹീസ് ആ ഫ്യൂച്ചർ. അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മളെ ടീം വിട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ഡെഫിനറ്റ്ലി വി വിൽ റിഗ്രറ്റ് ഇറ്റ് ഫോർ ആ ലൈഫ്. കാരണം അത്രയും ഒരു പ്ലെയറാണ്. പിന്നെ മെയിനുവിൻ്റെ ഈ ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞിരുന്നാലും ഈ 2 ഗെയിമിൽ സിറ്റി ആയിട്ടുള്ള ഗെയിമിലും ആർസണലുമായിട്ടുള്ള ഗെയിമിലും ഇവർ രണ്ടിലെയും സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അത്യുഗ്രം റണ്ണിങ് സ്റ്റാറ്റ്സ്. സോ ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ളത് മെയിനുമാണ് ഈ 2 ഗെയിമിലും. പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിനുവിന് ആ ഒരു പേസ് ഇല്ല, അല്ലെങ്കിൽ ക്വിക്ക് അല്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഹി മൈറ്റ് നോട്ട് ബി ഫാസ്റ്റ്, പക്ഷേ എന്നിരുന്നാലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് മെയിനു. പോയിന്റ് നമ്പർ 4, സെനി ലാമൻസ്. നമ്മുടെ ഈ ഗോൾ കീപ്പർ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ഗോൾ കീപ്പർ വിഷയങ്ങളോ ഗോൾ കീപ്പർ ചർച്ചകളോ ഒന്നും വരാറില്ല. അതിന് മുമ്പത്തുള്ളൊരു കാലഘട്ടം നമുക്കറിയാം. കഴിഞ്ഞ സീസണും പിന്നെ ഈ സീസണിൻ്റെ തുടക്കമൊക്കെ നമ്മൾ അത് കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് അൽത്തെ ബായന്തറും പിന്നെ ഒനാനയൊക്കെ നമുക്ക് നമ്മുടെ ഗോൾ ഏരിയയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ ഗോൾ കീപ്പറിനെ കുറിച്ചുള്ള ചർച്ചകളേ വരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ജെം ഓഫ് എ പ്ലെയർ കാരണമാണ് സെനി ലാമൻസ്. സെനി ലാമൻസിൻ്റെ എന്താ പറയുക കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹീ ഈസ് എ വെരി കോൺഫിഡൻറ്റ് പ്ലെയർ അല്ലേ. പിന്നെ കമാൻഡിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. എത്രയോ പ്രാവശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഹൈ ബോൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഹൈറ്റിൽ ചാടി അത് ബോൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഫാസ്റ്റായിട്ട് വരുന്ന ബോളും നല്ല എന്താ പറയുക ബോൾ ഡ്രോപ്പ് ചെയ്യാത്ത രീതിയിലാണ് ചാടി പിടിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ പലപ്പോഴും കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ നമ്മുടെ ഗോൾ വല കാക്കാനായിട്ട് നമുക്ക് വലിയ പേരുകൾ എൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെയധികം എന്താ പറയുക കമാൻഡിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗോൾ കീപ്പർ മതി. ആൻഡ് ഹീ ഈസ് പ്രൂവിങ് ദറ്റ് ഹീ ഈസ് വൺ ഓഫ് ദ സൈനിങ്സ് ഓഫ് ദ സമ്മർ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മുടെ ഫോർവേഡ്സിനെയൊക്കെ കൊണ്ടുവന്നു, അവരെല്ലാവരും അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. അതേ ഒരു തട്ടിൽ തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ് ലെമൻസിനെ തന്നെ. ആൻഡ് ഹീ ഈസ് പ്രൂവിങ് ഔട്ട് ടു ബി ഗോൾ കീപ്പർ ദറ്റ് വി ക്യാൻ കീപ് ഫോർ ദ നെക്സ്റ്റ് മേ ബി ലൈക്ക് 10-12 ഓർ ഈവൻ മോർ. അതിൽ കൂടുതലുള്ള വർഷങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു ഗോൾ കീപ്പർ തന്നെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പോയിന്റ് നമ്പർ 5, കാരിക് ഇൻ കൺട്രോൾ. അമർമിനെ മാനേജ്മെൻറ്റ് സാക്ക് ചെയ്തതിന് ശേഷം ഇൻ്റർ മാനേജർ വരുന്നു എന്നുള്ള കാര്യം ചർച്ചയിൽ വന്നു. അപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്
കാരിക്ക് വേണോ അതോ ഓലെ വേണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആ സമയം മുതൽ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ കാണാം, ചില ആൾക്കാർ ചിലപ്പോൾ അത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് കളിക്കുന്ന പ്ലെയേഴ്സിന് അവർക്ക് ഒരു ഗെയിം റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, ബെറ്റർ ദാൻ എനി അതർ പ്ലെയേഴ്സ്. ഫോർവേഡ് നിൽക്കുന്ന പ്ലെയറെയോ അല്ലെങ്കിൽ ഡിഫൻസീവ് പ്ലെയേഴ്സോ അല്ലെങ്കിൽ ഗോൾ കീപ്പറിനെയും കാട്ടി കൂടുതൽ കളി മനസ്സിലാക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു മിഡ്ഫീൽഡർ ഒരു ടീമിൻ്റെ കോച്ചായിട്ട് വരുമ്പോൾ അവർ ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഗെയിം മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം എനി അതർ കോച്ചസ്, ഇപ്പം ഫോർവേഡ് കളിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ ആയിരുന്നൊരു കോച്ചോ ഒരു ഡിഫൻസ് കളിച്ചിട്ടുള്ള ഒരു കോച്ചിനെയും കാട്ടി കൂടുതൽ ഒരു ഗെയിം അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് മിഡ്ഫീൽഡ് കളിച്ച് പഴകി വന്നിട്ട് പിന്നീട് കോച്ചിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. നമുക്കറിയാം കാരിക്ക് എന്തുമാത്രം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടാക്ടീഷ്യൻ ആയിരുന്നു ആസ് എ പ്ലെയർ. വളരെ കാമായിട്ടുള്ള പ്ലെയറാണ്, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് കാരിക്ക് കോച്ചിങ്ങിലേക്ക് വന്ന സമയത്തും കൊണ്ടുവരുന്നത്. നമുക്ക് എന്താ പറയുക, ഇപ്പം അമരം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അമരം പ്രഷർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് തല കുഞ്ഞിരിക്കുന്നതും പെനാൽറ്റി വരുമ്പോൾ വേറെ മാറിയിരിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കാരിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ കാരിക്ക് വളരെ കാമായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് കളി മനസ്സിലാക്കിയതിൻ്റെ ഡെപ്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു കാംനെസ് വരുന്നത്. അപ്പം ഗെയിമിലേക്കുള്ള ഇൻ ഗെയിം ചേഞ്ചസ് ടാക്ടിക്സ് ഒക്കെ കൊണ്ടുവരുന്നതോടുകൂടി അത് നല്ല രീതിയിൽ ടീമിൻ്റെ പെർഫോമൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ടാണ് മേ ബി സബ്സ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉള്ള കാര്യങ്ങൾ എവിടെ ഏത് സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരണം എന്നുള്ളൊരു മനസ്സിലാക്കുന്നത് അത് ഈ ഒരു കോച്ചിൻ്റെ കഴിവ് തന്നെയാണ്. ഇത് ഈ ഗെയിമിൽ തന്നെ ഡോർഗു സെക്കൻഡ് ഹാഫിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കോച്ചിൻ്റെ അണ്ടറിൽ കണ്ടതാണ്, നമ്മൾ ഒരു ഫോർവേഡ് പ്ലെയറിനെ വലിച്ചിട്ട് പോലും വീണ്ടും ഡിഫൻസിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് വെൻ വി നീഡ് ഗോൾസ്. പക്ഷേ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഗോളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും വീണ്ടും ഡിഫൻസിലേക്ക് പോവാതെ വി ബ്രോട്ട് ഇൻ സെസ്കോ. അതായത് കാരിക്ക് സെസ്കോനെ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ വേറൊരു ഡിഫൻഡർ ആയിരുന്നു അവിടെ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുഞ്ഞയുടെ ഗോള് സംഭവിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുഞ്ഞയുടെ ഗോള് കിട്ടിയ സമയത്ത് സെസ്കോ മേക്ക് ചെയ്യുന്നൊരു റണ്ണുണ്ട്. അതായത് ഗബ്രിയലിൻ്റെയും സാലിബയുടെയും നടുക്കൂടെ ആ റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ ഗബ്രിയൽ സെസ്കോനെ പിന്തുടർന്ന് ബാക്കിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കിട്ടിയപ്പോഴാണ് കുഞ്ഞയ്ക്ക് ബോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ അത്ര സ്പേസ് ഓപ്പണായി കിട്ടിയത്. അപ്പോൾ അവിടെ വരെ കിട്ടി കഴിഞ്ഞപ്പം ഗബ്രിയലിന് മനസ്സിലായി ഈസ് ഗോയിങ് ടു ഷൂട്ട്. അപ്പോഴാണ് ഗബ്രിയൽ ഫ്രണ്ടിലോട്ട് വന്നത് തടയാനായിട്ടുള്ള ശ്രമിക്കുന്നത്. അപ്പോഴത്തേന് ആ ഒരു ഷൂട്ടിംഗ് ഇത് കിട്ടി. അപ്പം ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ സെസ്കോയുടെ റണ്ണാണ്. സെസ്കോനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു റണ്ണ് സംഭവിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഡിഫൻസിന് അത് തടയിടാനായിട്ടുള്ള ചാൻസസും കൂടുതലായിരിക്കും. സോ കാരിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന കുറേ മാറ്റങ്ങളാണ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ദാറ്റ് കാരിക്ക് ഇസ് ഡെഫിനറ്റ്ലി ഇൻ കൺട്രോൾ. ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ആൻഡ് ഇഫ് യു ആർ ഇൻ എ ഗുഡ് പൊസിഷൻ, ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നമ്മളൊരു തേർഡ് പൊസിഷനിലൊക്കെ നമ്മൾ എത്തിയെന്ന് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ, അങ്ങനെയാണെങ്കിൽ കാരിക്കിൻ്റെ പേര് നല്ല രീതിയിൽ മുഴങ്ങി കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പീപ്പിൾ വുഡ് വാണ്ട് കാരിക്ക് ഇൻ ദ കോച്ചിങ് ബെഞ്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിൻ്റെ കോച്ചായിട്ടുള്ള ലെവലിലേക്ക് കാരിക്ക് വേണം എന്നുള്ള ഇത് വലിയ രീതിയിൽ മുഴങ്ങി കേൾക്കാനായിട്ടുള്ളൊരു സാധ്യത നമുക്കുണ്ട്. സോ കാരിക്ക് ഇസ് ഡെഫിനറ്റ്ലി ഇൻ കൺട്രോൾ അറ്റ് ദ മൂമെൻറ്റ് ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു കൺട്രോൾ നമ്മുടെ ടീമിനെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യട്ടെ ആൻഡ് ഗെറ്റ് അസ് ഇൻ ടു ബെറ്റർ പൊസിഷൻ ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് ഇയർ. ആ ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് മോർ പ്ലെയേഴ്സ് കമ്മിങ് ഇൻ അല്ലേ. സോ അതുതന്നെയാണ് എൻ്റെ മെയിൻ 5 ടോക്കിംഗ് പോയിന്റ്സ് ഫ്രം ദിസ് ഗെയിം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പുട്ട് ദാറ്റ് ഓൾസോ in the comment section. Okay, so thank you so much for watching. Keep supporting. Take care. Bye.